ഒന്ന് സംസാരിക്കാനുള്ള അവസരം കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാ ഇങ്ങോട്ട് വരുന്ന കണ്ടത്. മിണ്ടൂലാന്ന് അത്ര പിടിവാശിയൊന്നും വേണ്ട. ദൈവത്തിനേക്കാൾ വലിയ കോടതിയൊന്നുമില്ലല്ലോ. തെറ്റ് ചെയ്തു. ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളതെന്ന് കേട്ടൂടെ? എല്ലാം തുറന്നു പറയാന്ന് വെച്ചാ ഒറ്റയ്ക്കുള്ള സമയം നോക്കി വന്നത്. കേൾക്കാൻ താല്പര്യമില്ലാന്ന് വെച്ചാൽ ചെയ്യാത്ത തെറ്റിന് 8ാമത്തെ വയസ്സിൽ അച്ഛനെ രക്ഷിച്ചു. ഒരു പേനയോ മറ്റോ മോഷണം പോയെന്നായിരുന്നു കേസ്. അന്ന് ഇറക്കിവിട്ട ആ വീട്ടിൽ നിന്ന്. അങ്ങനെ ഒന്നും അറിയാത്ത പ്രായത്തിൽ നാട്ടുകാരെ മുമ്പിലും ഞാൻ കള്ളനായി. പിന്നെ എങ്ങനെയൊക്കെയോ ജീവിച്ചു. എല്ലാത്തിനോടും ദേഷ്യമായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നതും തെറ്റാണെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. ഞാനങ്ങനെ വലിയ ദൈവവിശ്വാസിയൊന്നുമല്ല. പക്ഷെ ദൈവമുണ്ടെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത ഈ നാട്ടിൽ വരാനും ഒരു ഹോട്ടലിൽ പാട്ടുകാരനായി കൂടാനും മുഖന്നേറ്റനെ പരിചയപ്പെടാനും ഒടുവിൽ രാധയെ കാണാനും എനിക്കാരാ സാഹചര്യം ഉണ്ടാക്കി തന്നത്? പരിചയപ്പെട്ട പെണ്ണുങ്ങളെയൊക്കെ ഞാൻ ഒരേ കണ്ണിലൂടെ കണ്ടിട്ടുള്ളൂ. രാധയെ ആദ്യം മുകുന്ദേട്ടന്റെ ഭാര്യ എന്ന നിലയ്ക്ക് ഞാൻ ബഹുമാനിച്ചു. അല്ലെന്നറിഞ്ഞപ്പോ മറ്റേതൊരു പെണ്ണിനെയും പോലെ രാധയെ ഞാൻ കണ്ടു. തെറ്റായിരുന്നു, സമ്മതിച്ചു. ഇനിയിപ്പോ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. രാധയ്ക്കറിയില്ല, പുതിയൊരു ജന്മം കിട്ടിയ സന്തോഷമാണ് എനിക്ക്. രാധയുടെ പരിഭവം മാറി കണ്ടല്ലോ. പറഞ്ഞത് ഇല്ലെങ്കിൽ എന്റെ കൂടെ ഇങ്ങനെ നടക്കില്ലല്ലോ. എന്നോട് കാണിച്ചത് ശീലിച്ചു പോയൊരു തെറ്റാണെന്ന് തോന്നി. അതിൽ മനസ്സറിഞ്ഞ് വേദനിക്കുന്നു മനസ്സിലായി. പക്ഷേ ഇനി അങ്ങനെ വല്ലതും ഉണ്ടായാൽ ഈ ജന്മം അടുപ്പിക്കില്ല, പറഞ്ഞേക്കാം. നീ അങ്ങനെ ഒരു അബദ്ധം ഉണ്ടാവില്ല എന്റെ പൊന്നെ. എന്താ വിളിച്ചത്? പൊന്നെന്നോ? അത് പിന്നെ സ്നേഹം വരുമ്പോ കല്ലെന്നോ കരിങ്കല്ലെന്നോ ഒക്കെ വിളിച്ചാ ശരിയാവോ? അതൊന്നും വേണ്ട, തൽക്കാലം പേര് വിളിച്ചാ മതി. ഓ അല്ല, തൽക്കാലത്തേക്ക് മാത്രമേ ഉള്ളോ ഈ നിരോധനം? ഞാൻ പോട്ടെ. ലക്ഷങ്ങൾ ഒറ്റയടിക്ക് വാരാവുന്ന ഒരു പരിപാടിയാണിത്. പഴയ കരാറിലൊന്നും വേണ്ട, 50-50. ഒരു ടാക്സി ഉണ്ട്, അതോടിച്ച് കിട്ടുന്ന കാശ് മതി ഒരു കൊച്ചു കുടുംബത്തിൽ കഴിയാൻ. ഓഹോ, അപ്പോൾ നീ അവളെ വിവാഹം കഴിക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതെ. എങ്കിലാകെ കുഴയുമല്ലോ മുകുന്ദ. ഇനി നിനക്ക് എന്റെ സഹായം വേണ്ട. വേണ്ട, നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. വരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. അമ്പലത്തിൽ വരാമെന്ന് വെച്ചത് തന്നെ രാധയായിട്ട് കുറച്ചു നേരം സൗകര്യമായിട്ട് സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ്. എനിക്ക് വേഗം പോണം. ആ കുറച്ച് അന്നേരം ഞാൻ
അകത്ത് കിടക്കാല്ലേ മൂന്തേട്ടാ. പുഷ്കരനെ അബൂട്ടി വന്നങ്ങനെ ശിക്ഷിക്കാൻ പറ്റൂല എന്റെ മക്കളെ. ചേട്ടാ, മാത്രം ചേട്ടാ, എന്നോടൊന്നും തോന്നരുത്. ഞാൻ ചേട്ടനോട് ചെയ്ത തെറ്റിന് മാപ്പ് പറയാൻ വേണ്ടി വന്നതാ. എന്റെ പറ്റി ചേട്ടാ എന്നോട് ക്ഷമിക്കണം. എന്താ നോക്കണത്? ഇത്രയും നല്ല കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്ത നമ്മൾക്ക് ഗതികേട് വന്നല്ലേ ചേട്ടോ. എന്റെ ദൈവമേ. ഒന്നുമില്ല മക്കളെ, നിങ്ങൾ ഇവിടെ ഇരിക്കി. ഇവിടെ ഇരിക്കി. എന്തിനാന്ന് മോനെ, നീ ഇവിടെ ഇരിക്കി. നിങ്ങൾ എന്റെ അനിയന്മാരല്ലേ? അതെ. നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്താ ഈ ചേട്ടൻ നിങ്ങളോട് ക്ഷമിക്കണ്ടേ? നിങ്ങൾ ഇവിടെ ഇരിക്കി, ഞാനിപ്പോ വരാം. അയ്യോ ചേട്ടാ വേണ്ട, കാപ്പിയോ ചായ ഒന്നും വേണ്ട, ഞങ്ങൾ ഇപ്പൊ കുടിച്ചോളൂ. എന്റെ പൊന്നിയാണ് സത്യമായിട്ട് അമ്മയോ വേണ്ട, വേണ്ട ഞാൻ കുടിച്ചിട്ട്. ഇവിടെ ഒരു കുപ്പി കശുമാങ്ങച്ചാരായ ഇരിപ്പുണ്ട്. നിങ്ങളെ കണ്ടപ്പോ എനിക്ക് പെരുന്നാളാടാ മക്കളെ. അയ്യോ വേണ്ട വേണ്ട ചേട്ടാ, ചേട്ടനെ സസ്പെൻഡ് ചെയ്തതിനു ശേഷം ഒരു തുള്ളിച്ചരായ തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞാ പറ്റില്ല. നിങ്ങൾ ഇവിടെ ഇരിക്കി, ഞാനിപ്പോ കൊണ്ടുവരാം. അല്ല ചേട്ടനെ നിർബന്ധിക്കുകയാണെങ്കിൽ നമുക്ക് കഴിക്കാം. എടേ, ആ വെട്ടോതിങ്ങെടുത്തേ. എടാ ബൂട്ടി, നീ ഇവിടെ ഇരി, ഞാനേ ഒന്ന് മൂത്രമൊഴിച്ചിട്ട് വരാം. മറ്റവൻ നീ എന്റെ ജോലി വന്നുവല്ലടാ. എല്ലാത്തിനും എന്നെ മനസ്സിലാക്കി എന്നെ വിടാൻ എല്ലാവരും പോവാൻ. എന്താണ് ഇവിടെ ബഹളം? നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് കിടന്നിറങ്ങാൻ പറ്റില്ല. കാര്യം പറയണോ? എന്റെ വീട്ടിൽ പലതും നടക്കും. നിങ്ങൾ ആരാ ചോദിക്കാൻ? ഈ കോമ്പൗണ്ടിന് ഒറ്റ കണ്ടുപോകരുത്. എല്ലാത്തിനും ഞാൻ കാച്ചു കളയും. പോടാ. ഞങ്ങളെ ക്രിസ്മസിനുള്ള നാടകത്തിന്റെ റിഹേഴ്സൽ നടത്തിക്കൊണ്ടിരിക്കുക. യുദ്ധകാന്ഡം നാടകം. അറിയപ്പെടാ തുറങ്ങണ പട്ടി. മാത്തൻ ചേട്ടൻ ഇപ്പൊ കൊല്ലണം. അതെ, ഇവരെ കൊന്നാളി. അതെ. ചേട്ടന്റെ കൈ കൊണ്ട് തന്നെ എനിക്ക് ചാണകം അല്ല ചാകണം. എന്നാ കൊല്ലിയേട്ടാ, എന്നാ കൊല്ല് എന്നെ കൊല്ലിയേട്ടാ, കൊല്ല് എന്നെ കൊല്ലിയേട്ടാ. എന്തോ ഈ കാരണമല്ലടാ എന്റെ ജോലി പോയത്. അതെ, എന്റെ പിള്ളേര് 4 വെള്ളം ചോദിക്കുമ്പോ ഞാൻ അവരോട് എന്ത് സമാധാനം പറയടാ? ചേട്ടൻ വിഷമിക്കാതിരിക്കും. ഞങ്ങളൊരു പുതിയ പദ്ധതിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ചേട്ടൻ രക്ഷിക്കേണ്ട ചുമതല ഈ ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങൾക്കുണ്ട്. ചേട്ടാ, ചേട്ടന്റെ പഴയ തൊപ്പിയും കുപ്പായം പടി വെക്കില്ലേ?
ആ പഴയ തൊപ്പിയും കുപ്പായവും വടിയൊക്കെ ഇല്ലേ? ആ നാടകത്തിനാ? അല്ല, കോല് കളിക്കാതെ ഒറ്റ കീച്ചു കഴിച്ചല്ലോ. നമുക്കേ അത് വെച്ച് ഒരു കളി കളിക്കാം. എന്ത് കളി? അത് നമുക്ക് തട്ടി കാണാം. അതെ. ആ സാറിന്റെ വണ്ടിയുടെ നമ്പർ എത്ര പറഞ്ഞേ? KRE 62 67? അല്ല, KLM 9000. വണ്ടിയുടെ വില എല്ലോ ചോദിച്ചോ? നമ്പറാ അതാ പറഞ്ഞു 9000. ആ 9000. ആ മോട്ടോർ സൈക്കിളാണ് പിടിക്കേ. സാറ് തകലിന്ന് സാറ് ലൈസൻസ് വേണ്ട. ആ ഈ ഓട്ടോറിക്ഷക്കാരൻ്റെ വിട്ട് ഈ ഓട്ടോറിക്ഷക്കാരന്റെ ഒരു വീലിലെ കാറ്റ് കുത്തി കളടോ. അവൻ 2 വീലിൽ പോയാൽ മതി. 1.5 വണ്ടി കൊണ്ടുവരും. പോ. എല്ലാം കറക്റ്റ് ആണല്ലോ. പിന്നെ ഓക്കെ, താങ്ക് യു. ആ പൈസ കാശ് നമുക്ക് ആ തമിഴിലുള്ള ബുക്കിംഗ് വന്നേ. ആ ബുക്കിംഗ് എത്ര നമ്പർ? MST 6448. അങ്ങനെ തോന്നുന്നു. ബുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബുക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് വൃത്തിയുടെ കയ്യിലൊന്നും കിട്ടിയിട്ടില്ല. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ആ പൊക്കോ. ആ താടി കണ്ടിട്ട് വിളിച്ചാ പൊക്കോ. ഇന്നത്തെ കളക്ഷൻ എത്ര? ഇന്ന് കളക്ഷൻ ഇല്ല. ഞാൻ ചോദിക്കുന്നതല്ല, മറ്റുള്ളവരിൽ എത്ര കാശ് മേടിച്ചു? ഞാൻ ഒറ്റ പൈസ വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ വാങ്ങിച്ചില്ല. അതാണ് എന്റെ പണി. മറ്റേ 75 4 89. കടിച്ചതും പിടിച്ചതും ഇല്ലാതായല്ലോ. ഈ വൃത്തിയേട്ടന്മാരുടെ കൂടെ കൂടി അറിയും പേര് മോശമാക്കിയത്. എപ്പോഴാക്കിയാലും രാമന് പറഞ്ഞാൽ ആരെ പേടിപ്പിക്കാൻ? പൂന്തേട്ടനുണ്ട്. ആരെന്ത് തെറ്റിയെടുത്താ വീണ്ടും കുടിക്കാൻ തുടങ്ങിയത്? ഒരു പെണ്ണിനോടും എനിക്ക് ആർത്തി തോന്നിയിട്ടില്ല ഒരു കാലത്തും. അതുകൊണ്ടാണ് ഞാൻ പുറത്തിരുന്ന് ചാരായം കുടിക്കുമ്പോ നീ അകത്ത് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങണത്. മനസ്സിലായോ? ഒരു നല്ല പെണ്ണിനെ പിഴയ്ക്കാത്ത തെറ്റിന് നാട്ടുകാർ ശിക്ഷിക്കുന്നത് കണ്ടപ്പോ ഞാൻ അവളെ വിളിച്ച് കൂടെ താമസിപ്പിച്ചു. അത് തെറ്റാണോ? അവൾ എന്റെ വെപ്പാശയാണെന്ന് പറഞ്ഞ് നാട്ടുകാർ കളിയാക്കാൻ തുടങ്ങിയപ്പോ ഞാൻ അവളെ കെട്ടാൻ തീരുമാനിച്ചു. അത് തെറ്റാണോ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? സാരല്ല, നീ വാ. വാ. നീയൊന്ന് ചോദിച്ചില്ലേ ഇതെന്താണെന്ന്? ഇതാ കണ്ടോ?
നീ എന്തിനാ വിഷമിക്കുന്നത്? നിനക്കൊന്നും അറിഞ്ഞൂടാ. അറിയാൻ ഞാൻ നിന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല. പക്ഷെ പറയാതിരുന്നത് നന്നായി എന്നെനിക്കിപ്പോ തോന്നുന്നു. രാജൻ നല്ല പയ്യനാണ്. നിന്നെ ലില്ലിയുടെ അനിയത്തിയായിട്ട് കാണാൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ല. ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ കുടിച്ച ദിവസം എന്തിനാന്നറിയോ? ആത്മാവിനെ ഒന്ന് കഴുകിയെടുക്കാൻ. പുരുഷൻ കന്നിക്കൂർ ആയതുകൊണ്ടും ചിത്തിര തുലാക്കൂറും 3-ാം നക്ഷത്രവുമായതുകൊണ്ടും ഈ നാളുകൾ നമ്മെ യോജിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവര് മനസ്സുകൊണ്ട് യോജിച്ചു കഴിഞ്ഞവരാണ്. അക്കാര്യത്തിൽ യോജിച്ച് വിഷമിക്കണ്ട. കല്യാണത്തിന് പറ്റിയ സമയം ഏതാണെന്ന് നോക്ക്. അതാ പ്രധാനം. ഓ ആ എന്താ? ഞാനെന്ന് പറഞ്ഞത് എത്ര ശരിയായി? എന്ത്? മംഗല്യരേഖ വ്യാഴമണ്ഡലത്തിൽ തെളിഞ്ഞു കിടക്കുന്നു. കള്ളൻ എങ്ങനെ കൈനോട്ടം പഠിച്ചേ? കൈനോട്ടവും മുഖലക്ഷണവും പഠിച്ചവനെ നല്ല കള്ളനാകാൻ പറ്റും. എന്നാ ഒന്ന് പറഞ്ഞേ, എപ്പോഴാ നടക്ക?